എനിക്ക് തോന്നുന്നു ഓഡിയൻസുമായിട്ടുള്ള റീച്ച് കൂടിയിട്ടേ ഉള്ളൂ താങ്ക്സ് ടു സോഷ്യൽ മീഡിയ ആൻഡ് അതിനു മുമ്പ് താങ്ക്സ് ടു മൈ ലൈവ് സ്റ്റേജ് പെർഫോമൻസസ്. ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചി വീട്ടിലേക്ക് ഇങ്ങനെ ബാഗ്സിലാണ് ലെറ്റേഴ്സ് വരിക, ഫാൻ ലെറ്റേഴ്സ് വരിക. അപ്പൊ അതിൽ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഫോർ ഇയേഴ്സ് ചേച്ചിനെ ഫോളോ ചെയ്യണ ഫാൻസ് ഉണ്ട്, അവര് കണ്ടിന്യൂസ്ലി വിഷ് ചെയ്യുക. ഇല്ല ഇത് ഇപ്പോഴും വരുന്നുണ്ടോ ചേച്ചി ഇതേപോലെ ലെറ്റേഴ്സും കാര്യങ്ങളും? അങ്ങനെയുള്ളവർ കുറെ പേരുണ്ട് കേട്ടോ ഇപ്പോഴും. അമ്പലത്തില് വഴിപാട് കഴിക്കുന്നവര്. അത് വളരെ സന്തോഷം തോന്നുന്ന കാര്യം എന്താന്ന് വെച്ചാൽ അവരത് മക്കളായി അപ്പൊ മക്കളുടെ പേരിലും മക്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഓർത്ത് അവരെയും വിഷ് ചെയ്ത് അവരെ ഒരു ഫാമിലിയുടെ ഭാഗമാണോ അല്ലെ അവര്. ഇന്ന് മോന്റെ പിറന്നാളല്ലേ ചേച്ചി, മോന് ജന്മദിനാശംസകൾ, അല്ലെങ്കിൽ മോളുടെ പിറന്നാളല്ലേ ചേച്ചി, അങ്ങനെ അത് അവര്. സോ എന്റെ ബർത്ത്ഡേ, പിന്നെ കുഞ്ഞുങ്ങളുടെ, അങ്ങനെ ജസ്റ്റ് എംബ്രേസ് ഇറ്റ് ലൈക്ക് ദാറ്റ്. സോ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് നമുക്ക് സന്തോഷം മനസ്സ് നിറയും. എക്സസൈസ്. അപ്പൊ അവിടെ പോയി ചെന്നു, പിന്നെ ഒരു ഡാൻസ് സ്കൂൾ, അപ്പൊ അവിടെ നിന്നുള്ള ഒരു സപ്പോർട്ടും അത് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ലക്കിലി ഞാൻ അവിടെ പോണതിന് ഒരു 1.5-2 വർഷം മുമ്പ് മമ്മൂക്കയുടെ കൂടെ ഒരു US ടൂർ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ അവിടത്തെ ഒരു നല്ല ഒരു സെറ്റ് ഓഫ് മലയാളികളെ ഞാൻ പരിചയപ്പെടാനിടയായി ഈ ടൂറുകളുടെ കാരണം. ബിക്കോസ് ഇതിന്റെ ഒക്കെ അത് കഴിഞ്ഞിട്ട് ഹ്യൂസ്റ്റണിൽ ചെന്നപ്പോ, ഹ്യൂസ്റ്റൺ ഇസ് ലൈക്ക് നമ്മുടെ നാട്ടിലെ പോലത്തെ തന്നെ ഒരുപാട് വ്യതിയാനങ്ങൾ ഇല്ലാത്ത ഒരു ക്ലൈമറ്റ് ചേഞ്ച്. ഭയങ്കര സ്നോ, അങ്ങനെ ഭയങ്കര തണുപ്പും ഇല്ല, ചൂടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലത്തെ, നാട്ടിലെ പച്ചക്കറികളൊക്കെ അവിടെ വളരും, അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഹ്യൂസ്റ്റൺ. അപ്പൊ ഒരുപാട് മലയാളികള് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന സ്ഥലമാണ്. പിന്നെ ഈ ഡാൻസ് ബാക്ക്ഗ്രൗണ്ട് അറിയാം അവർക്കൊരു 2 വർഷം മുമ്പ് അവർ കണ്ടിട്ടുള്ളത് കൊണ്ട് നല്ലോണം തന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു ഹ്യൂസ്റ്റണിൽ. അന്നും അതെ ഇന്നും അതെ. ഞാൻ അവിടെ ചെന്ന് വിത്തിൻ ഒരു 6 മാസത്തിനുള്ളിൽ ഈ ശ്രീപാദം ഡാൻസ് സ്റ്റുഡിയോ തുടങ്ങി. അതിനുശേഷം പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ എത്ര വർഷമായിട്ട് ഡാൻസ് പഠിപ്പിക്കുന്നു. ഈ പച്ചക്കറിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യത്തെ അരിഞ്ചേട്ടന്റെ പ്രൊഫൈലിൽ എടുത്തു നോക്കി, അതിൽ ഫുൾ പച്ചക്കറികള്, അതെന്ത് പുള്ളിയുടെ ഹോബിയാണോ? അസിസ്റ്റ് ചെയ്യലുണ്ടോ ഇതില്? ഒരുപാട് അസിസ്റ്റ് ചെയ്യലൊന്നുമില്ല, അത് അടുക്കളയിൽ കഴിഞ്ഞിട്ടുള്ള അതേ ഉള്ളൂ. പക്ഷെ മറ്റത് പുള്ളിക്ക് അരുണ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഒരു 2-3 years ആയിട്ട് ചെയ്ത് അത് കണ്ട് എനിക്ക് ഒരു ചെറിയൊരു ഇഷ്ടം ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഞാൻ വളരെ ഇൻവോൾവ് ഒന്നും അല്ല. ആ ഗ്രീൻ തമ്പ് അരുണ്ട്. ഓൺലൈനിൽ ഡാൻസ് പഠിപ്പിക്കുക എന്നുള്ള ചാലഞ്ച് അതെങ്ങനെ ഫേസ് ചെയ്തു? അതെ, അതൊരു വലിയ ചാലഞ്ച് തന്നെ ആയിരുന്നു. ഞാൻ ആദ്യത്തെ ഒരു 1.5 മാസം ഞാൻ ഇങ്ങനെ ശരിക്കും പകച്ചു പോയി, ഇത് എന്താ ഇത്. കാരണം ആളുകൾ ഇങ്ങോട്ട്, നമ്മള് കുഞ്ഞുങ്ങളെ അല്ലേ പഠിപ്പിക്കുന്നത്,